കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കിയ ഒരു വാർത്തയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. പമ്പാ നദിയേക്കാൾ ആഴമുള്ള അഴിമതിയുടെ ചുഴികൾ ശബരിമലയിലെ സ്വർണ്ണശേഖരത്തെ വിഴുങ്ങിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെടുന്നത്. കേവലം താൽക്കാലിക ജീവനക്കാരിലോ ഇടനിലക്കാരിലോ അന്വേഷണം അവസാനിക്കില്ലെന്ന് വ്യക്തമായി കഴിയുകയും ചെയ്തു. ഈ ഗൂഢാലോചനയുടെ വേരുകൾ നീളുന്നത് കേരള രാഷ്ട്രീയത്തിലെ അധികായന്മാരിലേക്കാണ് എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ വരും ദിവസങ്ങൾ പിണറായി സർക്കാരിന് അഗ്നി പരീക്ഷയുടേതാകും. ഓർക്കണം, നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴാണ് ഈ വിവാദം. ആരാണ് ആ വമ്പൻ സ്രാവ്? രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന അന്വേഷണ സംഘം അതീവ രഹസ്യമായി തയ്യാറാക്കിയ പുതിയ റിപ്പോർട്ടിൽ ഒരു ഉന്നത രാഷ്ട്രീയ വ്യക്തിത്വത്തെക്കുറിച്ച് കൃത്യമായ പരാമർശമുണ്ട്. ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാതെ കേസ് പൂർണ്ണമാകില്ലെന്ന ഉറച്ച നിലപാടിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരായ SP ശശിധരനും SP ബിനോയിയും. ക്രൈംബ്രാഞ്ച് മേധാവിയെ ഈ വിവരം ഇവർ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. നിയമം എല്ലാവർക്കും തുല്യമാണ്, തെളിവുകൾ സംസാരിക്കട്ടെ എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടി ലഭിച്ചാൽ ഉടൻ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അറസ്റ്റുകളിൽ ഒന്നിന് രാജ്യം സാക്ഷ്യം വഹിക്കും. പക്ഷേ മുഖ്യമന്ത്രി പച്ചക്കൊടി വീശുമോ? എന്തായാലും ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഈ നീക്കത്തെ തടയാൻ അതിശക്തമായ സമ്മർദ്ദമാണ് നടക്കുന്നത്. ഈ അറസ്റ്റ് നടന്നാൽ അത് കേവലം ഒരു വ്യക്തിയുടെ വീഴ്ചയാകില്ല, മറിച്ച് ഒരു ഭരണകൂടത്തിന്റെ തന്നെ ധാർമ്മിക അടിത്തറ ഇളകുന്നതാകും. ഈ കേസിലെ പ്രധാന കണ്ണിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടുത്ത ബന്ധമുണ്ടെന്ന കണ്ടെത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിലുള്ളൊരു മന്ത്രി ഭക്തൻ പരിചയത്തിനെല്ലാം അപ്പുറം ആഴത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും സ്പോൺസർഷിപ്പുകളും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് ക്രൈംബ്രാഞ്ച് ശേഖരിച്ച തെളിവുകൾ സൂചിപ്പിക്കുന്നു. കടകംപള്ളിയിലെ വലിയ ഉദയേശ്വരം ക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സാമ്പത്തിക ഇടപെടലുകൾ അന്വേഷണ സംഘം സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. ഒരു സാധാരണ പൂജാരിയോ വിശ്വാസിയോ ആയ ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള ലക്ഷക്കണക്കിന് രൂപ പോറ്റി ഇവിടെ ചെലവഴിച്ചത് എവിടെ നിന്നുള്ള പണം ഉപയോഗിച്ചാണ്? ഈ പണം ശബരിമലയിലെ കാണിക്കയിൽ നിന്ന് ചോർത്തിയതാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മന്ത്രിക്ക് ഉണ്ടായിരുന്ന താല്പര്യം കാരണമാണോ പോറ്റി ഇത്ര വലിയ തുക ഇവിടെ ചെലവഴിച്ചത് എന്നതിനും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കേസിലെ ഒരു പ്രധാന സാക്ഷിക്ക് ഏറ്റുമാനൂരിൽ വീട് വെച്ച് നൽകിയത് മന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരു സാക്ഷിയെ സ്വാധീനിക്കാൻ മന്ത്രി എന്തിനു വേണ്ടി ഇടപെട്ടു? വീട് നിർമ്മിക്കാനുള്ള പണം എവിടെ നിന്നും വന്നു? ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഭരണപക്ഷം. ഈ മൊഴി ശരിയാണെന്ന് തെളിഞ്ഞാൽ അധികാര ദുർവിനിയോഗത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറും. അന്വേഷണം മുറുകുമ്പോൾ പോലീസിനുള്ളിൽ തന്നെ ചേരിതിരിവ് പ്രകടമാണ്. ഇത് കേവലം ഒരു മോഷണ കേസ് എന്നതിലെല്ലാം ഉപരി ഒരു രാഷ്ട്രീയ യുദ്ധമായി മാറിയിരിക്കുന്നു. ഇനിയുള്ള ആ അദൃശ്യമായി കൈകളിലേക്ക് വരാം. 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ അന്വേഷണ റിപ്പോർട്ടിൽ തിരുത്തലുകൾ വരുത്താൻ SP-മാരുടെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായിട്ടാണ് വിവരം. റിപ്പോർട്ടിൽ നിന്ന് വമ്പൻ സ്രാവുകളുടെ പേര് എങ്ങനെ വെട്ടിക്കളയാനും കേസ് വെറും സാങ്കേതിക പിഴവായി ഒതുക്കി തീർക്കാനുമാണ് ഇവരെല്ലാം കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. ഇനി തിരുവനന്തപുരം കൊല്ലം ലോബിയിലേക്ക് വരാം. അതായത് തലസ്ഥാനത്തും കൊല്ലത്തും വേരുകളുള്ള രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബി ഈ കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ സജീവമാണ്. രാത്രികാലങ്ങളിൽ രഹസ്യ കേന്ദ്രങ്ങളിൽ യോഗങ്ങൾ ചേരുന്നതായും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചും കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു. ശശിധരനും ബിനോയിയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാളികളാണ്. അതായത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് SP ശശിധരനും ബിനോയിയും നിലപാടെടുത്തതോടെയാണ് വിവരങ്ങൾ പുറത്തേക്ക് ചോർന്നത്. അവർ തയ്യാറാക്കിയ 500-ലധികം പേജുള്ള റിപ്പോർട്ടിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകൾ സഹിതമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല എന്നത് കേവലം ഒരു ക്ഷേത്രമല്ല, ലക്ഷക്കണക്കിന് ഭക്തരുടെ വികാരമാണ്, അല്ലെ? ഭക്തർ തങ്ങളുടെ ജീവിത സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം അയ്യപ്പന് കാണിക്കയായി അർപ്പിക്കുന്നത് പുണ്യമായിട്ടാണ് കരുതുന്നത്. എന്നാൽ ആ പണത്തിലും സ്വർണത്തിലും കണ്ണുവെച്ചവർ ഭക്തലക്ഷങ്ങളെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. തുടർച്ചയായ 2ാം ഭരണത്തിന്റെ ഹുങ്കിൽ പരിശോധനകളില്ലാത്ത സാഹചര്യം മുതലെടുത്താണ് ഈ കൊള്ള നടന്നത് എന്ന് ആരോപണം ഉയരുന്നു. ശബരിമലയിൽ ഇനി കക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന തരത്തിലുള്ള രോഷം സോഷ്യൽ മീഡിയയിലും തെരുവുകളിലും ആഞ്ഞടിക്കുകയാണ്. ശബരിമലയുടെ പുണ്യത്തെ തകർക്കുന്ന ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർ എത്ര ഉന്നതരായാലും അവർ പുറത്തു വരണമെന്ന് ഭക്തർ ആഗ്രഹിക്കുന്നുമുണ്ട്. ഹൈക്കോടതിയിലേക്ക് കണ്ണു നട്ട് കേരളം ഈ കേസ് ഉടൻ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തും. ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുന്ന റിപ്പോർട്ട് കോടതി എങ്ങനെ വിലയിരുത്തുമെന്നത് നിർണായകമാണ്. റിപ്പോർട്ടിൽ വെള്ളം ചേർക്കാനായി സമ്മർദ്ദമുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്ന ഈ ഒരു സാഹചര്യത്തിൽ കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണമോ അതോ CBI അന്വേഷണമോ ഒക്കെ വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുമെന്നതും തീർച്ചയാണ്. ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കിനി ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്, സ്വർണത്തിന്റെ അളവിൽ വന്ന തിരിമറിയാണ്. രേഖകളിൽ ഇല്ലാത്ത സ്വർണ്ണക്കട്ടികളുടെ സാന്നിധ്യവുമുണ്ട്. ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയ വിഹിതം വേറെയാണ്. സ്വർണം ഒരുക്കിയതിലും സൂക്ഷിച്ചതിലും വന്ന ചട്ടലംഘനങ്ങൾ.
അപ്പോൾ അന്തിമ തീരുമാനം എന്തായാലും മുഖ്യമന്ത്രിയുടെ കൈകളിലാണ്. പക്ഷെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസം എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. അന്വേഷണ സംഘം തങ്ങളുടെ ജോലി പൂർത്തിയാക്കി റിപ്പോർട്ട് എന്തായാലും ഉന്നത തലത്തിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ പന്ത് മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ്. ഭരണകക്ഷിയിലെ തന്നെ പ്രമുഖർക്കെതിരെ നടപടിക്ക് അദ്ദേഹം അനുമതി നൽകുമോ, അതോ അദ്ദേഹവും ഇതിൽ പെട്ടിട്ടുണ്ടോ, അതോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ഭയന്ന് കേസ് ഒതുക്കി തീർക്കുമോ? കേരളം ഇന്ന് ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. ഇത് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യമല്ല, മറിച്ച് ഒരു ജനതയുടെ വിശ്വാസത്തിന് മേൽ നടന്ന കടന്നുകയറ്റമാണ്. അവരെ ഏൽപ്പിച്ചതാണ്, നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ചതാണിത്. ഈ സ്വർണ്ണക്കൊള്ളയുടെ ആഴം പരിശോധിക്കുമ്പോൾ കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിന്റെ മുഖംമൂടി എന്തായാലും പൂർണ്ണമായും അഴിഞ്ഞു വീണ്ടിരിക്കുകയാണ്. വിശ്വാസ സംരക്ഷണം എന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയവർ ഒടുവിൽ സാക്ഷാൽ ശബരിമല അയ്യപ്പന്റെ കനകശേഖരത്തിൽ പോലും കൈയിട്ട് വാരാൻ മടിച്ചില്ല എന്നത് മലയാളിയെ ലജ്ജിപ്പിക്കേണ്ട കാര്യമാണ്. 2 വട്ടം തുടർഭരണം കിട്ടിയതിന്റെ അഹങ്കാരത്തിൽ എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യമാണ് ഈ സർക്കാരിനെ നയിക്കുന്നത്. പിണറായി വിജയന്റെ കാവൽപുരയിൽ ഇരുന്നു കൊണ്ട് തന്നെ അയ്യപ്പന്റെ സ്വർണം കടത്താൻ കൂട്ടുനിന്നവർക്ക് എന്തിടതുപക്ഷ മൂല്യമാണ് ഉയർത്തിപ്പിടിക്കാനുള്ളത്? ഈ കൊള്ള കേവലം ഒരു വ്യക്തിയുടെ പിഴവല്ല, മറിച്ച് CPM എന്ന പാർട്ടി കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തിയ സംഘടിത കൊള്ള തന്നെയാണ്. സ്വർണത്തോട് അവർക്കുള്ള ആർത്തി ഇതോടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. സ്വർണ്ണക്കടത്ത് വിവാദം 1ാം മന്ത്രിസഭയിൽ ഇപ്പോഴിതും. കടകംപള്ളി സുരേന്ദ്രനെ പോലെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രിക്ക് ഈ ഇടപാടുകളിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ഗൗരവകരമാണ്. ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്തിയവർക്ക് ഇപ്പോൾ അവരുടെ പണത്തിലും സ്വർണത്തിലും കണ്ണിടക്കി നിൽക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം വെറും സൗഹൃദമല്ല, മറിച്ച് പണം പങ്കിട്ടെടുത്ത അവിശുദ്ധ കൂട്ടുകെട്ടാണ്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സാക്ഷികൾക്ക് വീട് വെച്ച് നൽകുന്നത് ഏത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്? ഇത് പച്ചയായ അഴിമതിയും ക്രിമിനൽ ഗൂഢാലോചനയുമാണ്. ഭക്തരുടെ കണ്ണീരിൽ വീണ പണം കൊണ്ട് ആർഭാടം കാണിക്കുന്ന ഈ ഭരണകൂടം കേരളത്തിന് തന്നെ ശാപമാണ്. വമ്പൻ സ്രാവുകളെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നു എന്ന ആക്ഷേപം ശരിയാണെങ്കിൽ ഈ നാട് ചെന്നെത്തുന്നത് ഗുണ്ടാരാജിന്റെയും മാഫിയ ഭരണത്തിന്റെയും പടുകുഴിയിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ വേദിയിലും പുരോഗമനം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ ഉന്നതരെല്ലാം ശബരിമലയെ കറവപ്പശുവായി കണ്ട് ഊറ്റിക്കുടിക്കുകയാണ്. അയ്യപ്പനെ വരെ ചതിക്കാൻ മടിക്കാത്ത ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരവുമാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി റിപ്പോർട്ട് തിരുത്താൻ ശ്രമിക്കുന്ന IPS ലോബി സർക്കാരിന്റെ ദാസന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും സത്യം പറയാലോ, എനിക്ക് ഈ പോലീസ് സംവിധാനത്തിലും ഇവിടുത്തെ ഈ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പോലും ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഈ സർക്കാർ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും വിശ്വാസത്തെയും ഇത്രത്തോളം അവഹേളിച്ച മറ്റൊരു സർക്കാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ജനങ്ങളെ കബളിപ്പിച്ച് തുടർഭരണം നേടിയവർ ഇപ്പോൾ ഖജനാവ് മാത്രമല്ല ദൈവത്തിന്റെ സ്വത്തുക്കളും അടിച്ചു മാറ്റുകയാണ്. നമ്മളെയും നശിപ്പിച്ചു, നമ്മളെ പിടിഞ്ഞൂറ്റി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. വമ്പൻ സ്രാവുകൾ വലയിലാകാതെ ഇരിക്കാൻ മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടിക്ക് കാത്തു നിൽക്കുന്ന അന്വേഷണ സംഘത്തിന്റെ ഗതികേട് നമ്മൾ കാണുന്നു. മുഖ്യമന്ത്രിക്ക് തന്റെ മന്ത്രിസഭയിലെ കൊള്ളക്കാരെ സംരക്ഷിക്കാൻ ആണോ താല്പര്യം, അതോ നീതി നടപ്പിലാക്കാനാണോ? സ്വർണ്ണക്കടത്ത് കേസിലും ലൈഫ് മിഷനിലും മുങ്ങി നിൽക്കുന്ന ഈ സർക്കാരിന് ശബരിമലയിലെ സ്വർണം കൂടി അടിച്ചു മാറ്റാൻ യാതൊരു എളുപ്പവുമില്ല. ഈ അധാർമിക ഭരണകൂടത്തിന്റെ അന്ത്യം ശബരിമല അയ്യപ്പൻ തന്നെ കുറിക്കും, അതിൽ സംശയമേ വേണ്ട. അധികാരത്തിന്റെ തണലിൽ എന്ത് പാതകവും ചെയ്യാമെന്ന വ്യാമോഹം ഈ ഭരണകൂടത്തെ നാശത്തിലേക്ക് നയിക്കും. ഭക്തജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന പിണറായി സർക്കാരിന് വരുന്ന ആളുകളിൽ കനത്ത വില നൽകേണ്ടി വരും. ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ടും മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രി താങ്കൾ ഒരു കൊള്ളത്തലവനാണോ അതോ നാട് ഭരിക്കുന്ന നായകനാണോ എന്ന് സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. നായകനാണെന്ന ഓപ്ഷൻ പോലും എന്റെ മനസ്സിലില്ല കേട്ടോ. ഈ ക്രൂരമായ വിശ്വാസവഞ്ചനയ്ക്കെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നീതി ലഭിക്കുമോ അതോ അധികാരത്തിന് നിഴലിൽ സത്യം കുഴിച്ചു മൂടപ്പെടുമോ? ഈ മഹാകൊള്ളയിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ്? വമ്പൻ സ്രാവുകൾ വലയിലാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ, അതോ പതിവ് പോലെ ഇതും തേഞ്ഞു മാഞ്ഞു പോകുമോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ തന്നെ പറയൂ, കമന്റിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.